പ്രകൃതിക്ഷോഭത്തിൽ നാശനഷ്ടവും ജീവഹാനികളും സംഭവിച്ച വയനാട്ടിലേക്ക് രാജകുമാരി ഗ്രൂപ്പിന്റെ കൈത്താങ്ങ്. കനിവിനൊരു കൈത്താങ്ങ് പദ്ധതിയിലൂടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആവശ്യ സാധനങ്ങളുമായി രാജകുമാരിയുടെ ആംബുലൻസ് പുറപ്പെട്ടു. ഇന്ന് രാവിലെ കല്ലമ്പലം ഡേ ടു ഡേ ഷോപ്പിന് മുന്നിൽ നിന്നുമാണ് രാജകുമാരിയുടെ ആംബുലൻസ് വയനാട്ടിലേക്ക് യാത്ര തിരിച്ചത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ വയനാടിൻ്റെ പ്രളയം അറിഞ്ഞതു മുതൽ സാമൂഹ്യമായി പ്രവർത്തിക്കുന്ന മേഖലകളിലെല്ലാമുള്ള പ്രവർത്തകരെ വിളിച്ച് അന്വേഷിക്കുകയുണ്ടായി. രാജകുമാരി ഗ്രൂപ്പിൻ്റെ കനിവിനൊരു കൈത്താങ്ങ് പദ്ധതിയിൽ നിന്ന് എന്ത് സഹായമാണ് ഉടനടി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്ന പല സംഘടനാ പ്രവർത്തനങ്ങളും വയനാട് ജില്ലയിലുള്ളതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ഞെട്ടൽ മാറാതിരിക്കുന്ന മലയാളികളായ നമുക്ക് ഇനി വയനാടിനെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് നഷ്ടപ്പെട്ടുപോയവർക്ക് തിരിച്ച് നമുക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. ജീവിച്ചിരിക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഒരു വലിയ ത്യാഗം തന്നെ മലയാളികളായ നമ്മളെല്ലാം ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും രാജകുമാരി ഗ്രൂപ്പ് ഇപ്പോൾ വയനാട് കളക്ട്രേറ്റുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ആഹാരം പല സ്ഥലത്തു നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും സന്നദ്ധ പ്രവർത്തകർക്കൊക്കെ ആവശ്യമായ ആഹാര സാധനങ്ങളുടെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അവിടത്തേക്കുള്ള ആഹാര സാധനങ്ങളും വെള്ളവും കുറച്ചു പേർക്കുള്ള ഡ്രസ്സും ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളുമായിട്ടാണ്, പിന്നെ നമ്മുടെ ഏത്തയ്ക്ക തുടങ്ങിയ സാധനങ്ങളുമായിട്ടാണ് വയനാട്ടിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പോകാനിരുന്ന വണ്ടിയാണ്. നമ്മളെ സംബന്ധിച്ച് സ്വന്തമായി ഫുഡിൻ്റെ മാനുഫാക്ചറിങ് ഉള്ളതുകൊണ്ട് ഇന്നലെ രാത്രി മുതൽ ഉണ്ടാക്കിയ ബന്നാണ് നമുക്ക് വയനാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഫ്രഷായി തന്നെ അതിനെ പ്രൊഡക്റ്റ് ചെയ്ത് അതോടൊപ്പം ഡ്രസ് മെറ്റീരിയൽസും മറ്റ് സാധനങ്ങളുമായിട്ട് തിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇത്രയും സമയമെടുത്തത്. നേരത്തെ തന്നെ വയനാട് കളക്ട്രേറ്റുമായി ബന്ധപ്പെട്ട് അനുവാദം വാങ്ങിച്ചതിന് ശേഷമാണ് രാജകുമാരി ഗ്രൂപ്പിൻ്റെ ഈ വാഹനം ഇവിടുന്ന് പുറപ്പെടുന്നത്. എല്ലായ്പ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഒരു ബിസിനസ് സംരംഭം എന്ന നിലയിൽ ആവുന്നതൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയും ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മഹത്തായ കർമ്മങ്ങൾ ചെയ്യാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. അത് കോവിഡ് കാലത്തും ഇതിനു മുമ്പുള്ള പ്രളയകാലത്തുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതുതന്നെയാണ് രാജകുമാരി ഇപ്പോഴും തുടരുന്നത്. വേദനയുടെ നോവ് മാറാത്ത ഈ സാഹചര്യത്തിൽ നമുക്ക് ഇനിയും ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ച് അവിടുത്തെ ജനങ്ങളെ കൂടെ നിർത്തേണ്ടതുണ്ട്. അപ്പോൾ ആവുന്നത്ര സഹായങ്ങൾ ഇനിയും രാജകുമാരി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുകൂടി അറിയിക്കുകയാണ്. കല്ലമ്പലം.